നമസ്കാരം. കേരള രാഷ്ട്രീയം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ. എന്നും അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ മണ്ഡലം ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? പ്രത്യേകിച്ചും നിലവിലെ MLA-യും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ PV അൻവർ വീണ്ടും ഇവിടെ നിന്ന് വിജയക്കൊടി പാറിക്കുമോ എന്ന ചോദ്യം സജീവമാണ്. ഒരു സൂക്ഷ്മ വിശകലനമാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. PV അൻവർ എന്ന പേര് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു അപ്രതീക്ഷിത താരോദയമായിരുന്നു. LDF പിന്തുണയോടെ ഒരു സ്വതന്ത്രനായി എത്തി തുടർച്ചയായി 2 തവണ UDF-ന്റെ സിറ്റിംഗ് സീറ്റായ നിലമ്പൂരിൽ അട്ടിമറി വിജയം നേടിയത് ചെറിയ കാര്യമല്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം, ജനങ്ങളുമായുള്ള നേരിട്ടുള്ള ബന്ധം, വികസന വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. നിലമ്പൂരിന്റെ സ്വന്തം അൻവർ എന്നൊരു പ്രതിച്ഛായ കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നതാണ് പൊതുവിലയിരുത്തൽ. നിലമ്പൂരിന്റെ സാമൂഹിക രാഷ്ട്രീയ ഘടന വളരെ സങ്കീർണമാണ്. പരമ്പരാഗതമായി UDF-ന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണിത്. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഇവിടെ ശക്തമായ സംഘടനാ സംവിധാനവുമുണ്ട്. മറുവശത്ത് LDF തങ്ങളുടെ വോട്ട് ബാങ്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അൻവറിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം ഇരു മുന്നണികളെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒന്നാണ്. കൂടാതെ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും വിവിധ വിഷയങ്ങളിൽ LDF-ന് നേരെയുണ്ടായ വിമർശനങ്ങളും ഇത്തവണ ഒരു പ്രധാന ഘടകമായേക്കാം. ഇത് മുന്നണിയെ പിന്തുണയ്ക്കുന്ന വോട്ടർമാരുടെ ചിന്തകളെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. ഇത്തവണ അൻവറിന് നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, UDF ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് എന്ന ശക്തനായ സ്ഥാനാർത്ഥിയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ആര്യാടൻ കുടുംബത്തിനുള്ള സ്വാധീനവും അദ്ദേഹത്തിന്റെ യുവത്വവും UDF-ന് അനുകൂലമായേക്കാം. കഴിഞ്ഞ തവണ സംഭവിച്ച പാളിച്ചകൾ തിരുത്തി മണ്ഡലം തിരിച്ചുപിടിക്കാൻ അവർ അതിശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. ഷൗക്കത്ത് അൻവറിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. രണ്ടാമതായി, LDF സ്ഥാനാർത്ഥിയായി M സ്വരാജ് എത്തുന്നത് ഈ പോരാട്ടത്തിന് പുതിയ മാനം നൽകുന്നു. യുവ നേതാവെന്ന നിലയിലും മികച്ച പ്രഭാഷകൻ എന്ന നിലയിലും സ്വരാജിന് ഇടതുപക്ഷ വോട്ടുകൾക്കപ്പുറം നിഷ്പക്ഷ വോട്ടുകളെയും ആകർഷിക്കാൻ കഴിഞ്ഞേക്കും. അൻവറിന്റെ വിജയം പ്രധാനമായും LDF വോട്ടുകളെ ആശ്രയിച്ചിരുന്നതുകൊണ്ട് സ്വരാജിന്റെ സാന്നിധ്യം അൻവറിന്റെ വോട്ട് ബാങ്കിൽ കാര്യമായ ചോർച്ചയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് അൻവറിന് വലിയ ഭീഷണിയാണ്. മൂന്നാമതായി, അൻവറിനെതിരെ ഉയർന്നു വന്ന ചില വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടറിയണം. നാലാമതായി, UDF-നുള്ളിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സ്വാധീനം കുറച്ചതായി വിലയിരുത്തപ്പെടുത്തുന്നുണ്ട്. ഇത് UDF വോട്ടർമാരിൽ ഒരു നിസ്സംഗത ഉണ്ടാക്കുമോ എന്നും കണ്ടറിയണം. മുന്നണിയിലെ ചില തർക്കങ്ങൾ, ചില നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്നിവയെല്ലാം UDF ക്യാമ്പിൽ ഒരു തളർച്ച ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചേക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹത്തിന് പാർട്ടി ചിഹ്നവും അനുവദിച്ചു. നാമനിർദ്ദേശ പത്രിക ഇന്ന് PV അൻവർ സമർപ്പിക്കുകയുമുണ്ടായി. മുസ്ലിം ലീഗ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും UDF നേതൃത്വത്തിന്റെ സമീപനത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. VD സതീശൻ അൻവർ വിഷയത്തിൽ അനാവശ്യ വാശി കാണിച്ച് എന്നും ഏകാധിപത്യ പ്രവണത കാണിക്കുന്നുവെന്നും ലീഗ് നേതൃയോഗത്തിൽ വിമർശനമുയർന്നതായും വാർത്തകളുണ്ട്. PV അൻവർ UDF ഘടകകക്ഷിയാണെന്ന നിലപാടിലാണ്. എന്നിരുന്നാലും അൻവറിന്റെ വിജയ സാധ്യതകളെ പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളും താഴെത്തട്ടിലുള്ള ജനങ്ങളുമായുള്ള അടുപ്പവും ഒരു വലിയ മുതൽക്കൂട്ടാണ്. ചില വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പാക്കിയത് അദ്ദേഹത്തിന് അനുകൂലമായേക്കാം. കൂടാതെ മുന്നണികളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് വ്യക്തിപരമായ വോട്ടുകൾ നേടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇത്തവണയും നിർണായകമായേക്കാം. ചില വോട്ടർമാർ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്ന പ്രവണത നിലമ്പൂരിൽ പ്രകടമാണ്. നിലമ്പൂരിലെ ജനവിധി പ്രവചനാതീതമാണ്. PV അൻവർ വീണ്ടും വിജയക്കൊടി പാറിക്കുമോ, അതോ ആര്യാടൻ ഷൗക്കത്തും M സ്വരാജും ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നണികൾ മണ്ഡലം തിരിച്ചുപിടിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. വോട്ടർമാർ തങ്ങളുടെ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ജനവിധി പെട്ടിയിലാക്കി ഫലത്തിനായി കാത്തിരിക്കാം. നിലമ്പൂരിലെ ചൂടുള്ള തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. കണ്ടില്ലാത്തവർ
അതായത് രണ്ട് ഒരു